ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വിഷു സ്പെഷ്യൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഡിലേ വന്നുപോയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ്. ഇനി കുറച്ച് താമസിച്ചെങ്കിൽ പോലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ ഞാൻ പറയുന്നു. നമ്മുടെ വിഷു സ്പെഷ്യൽ വ്ളോഗിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണി കണ്ടത് വരെ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഗൈസ്, ലെറ്റ്സ് സീ മൈ വിഷു പ്രിപ്പറേഷൻസ്. അങ്ങനെ നമ്മുടെ വിഷു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അമ്മ ഫോർ മേക്കിംഗ് ഉള്ളിക്കറി. ആൻഡ് നമ്മൾ ഇനി കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ബേൺ ചെയ്യണം. യൂഷ്വലി വിഷുവിൻ്റെ തലേദിവസം നമ്മൾ എല്ലാ നെഗറ്റിവിറ്റീസും ബേൺ ചെയ്യുന്നതായിട്ട് സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത്. നമ്മൾ യൂഷ്വലി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നതല്ല, എന്നാലും ഇത്തവണ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി നമ്മളും അത് ചെയ്തു. സോ നാളത്തേക്ക് കണി വെക്കാൻ വേണ്ടിയുള്ള കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴേ കണി വെക്കുകയല്ല, എന്നാലും ഇവിടെയൊക്കെ ഒന്ന് പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ട് രാത്രി നമുക്ക് അത്രയും തിരക്കുണ്ടാവില്ലല്ലോ. സോ അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്യുമായിരുന്നു വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ്. സോ നമ്മുടെ വിളക്കും കാര്യങ്ങളും എല്ലാം കഴുകി അതേപോലെ പ്രോപ്പർലി ആ വിളക്ക് കത്തിക്കുന്ന സ്ഥലമൊക്കെ തുടച്ചു. ആൻഡ് ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര മെസ്സായിട്ട് കിടക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചു. സോ അങ്ങനെ ഏകദേശം 11:30 കൂടിയായിട്ടോ നമ്മൾ കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഒത്തിരി കറികൾ വെക്കുന്ന തിരക്കായിട്ട് അമ്മയ്ക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വിഷുദിനത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റു, നമ്മൾ കണിയൊക്കെ കണ്ടു, ഇനി കാപ്പി കുടിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടേ ഉള്ളൂ. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് വിഷു ഇസ് കൈനീട്ടം. വിഷു എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫെസ്റ്റിവൽ ആയതിൻ്റെ കാരണം ഒരുപക്ഷെ കൈനീട്ടം കിട്ടുന്നതായിരിക്കാം. അച്ഛയും അമ്മയും അതേപോലെ തങ്കുവും രാഗിയും പിന്നെ അപ്പച്ചി വരുമ്പോൾ അപ്പച്ചിയും നമുക്ക് കൈനീട്ടം തരും. ആൻഡ് ദാറ്റ്സ് സംതിങ് റിയലി സ്പെഷ്യൽ അബൌട്ട് വിഷു. കൈനീട്ടം ഇസ് എ സിംബലൈസേഷൻ ഓഫ് ലവ്, അപ്രിസിയേഷൻ ആൻഡ് ഗുഡ് വിഷസ്. അങ്ങനെ നമ്മുടെ അടപ്രഥമ പായസവും അതേപോലെ ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ദ കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് പോകണം. താഴെയാണ് നമ്മൾ സദ്യ കഴിക്കുന്ന തറവാട്ട് വീട്ടിലാണ്. നമ്മുടെ ഓണം വ്ളോഗിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നൗ ഇറ്റ്സ് ടൈം ഫോർ us to cut the വാഴയിലാസ്. Tangan is killing the wala. സോ നമ്മുടെ വാഴയിലും കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ്ലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യ കഴിക്കാനുള്ള സമയമാണ്. ആൻഡ് താഴെ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാമ്പാർ ഉണ്ടായിരുന്നു. ആൻഡ് വി ഓൾസോ ഹാഡ് പായസം മെയ്ഡ് ബൈ തങ്കൻ. അങ്ങനെ 2 തരം പായസവും അതേപോലെ നമ്മുടെ കുറേ കറികളും, ഉള്ളിക്കറി, മോരുകറി, അവിയൽ, പിന്നെ സാമ്പാർ, അച്ചാർ, അങ്ങനെ കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിഷു സദ്യ ഈസ് ഹിയർ ഫൈനലി. അപ്പോൾ ഇനി എനിക്ക് ഇഷ്ടമുള്ള കറികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളിക്കറി, സാമ്പാർ, അവിയൽ, അതേപോലെ അച്ചാർ, പപ്പടം. A few moments later. സോ ഗൈസ്, നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനലി നമുക്ക് സദ്യ കഴിക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം വിഷു ആണെങ്കിലും ഓണാണെങ്കിലും സെയിം കറി ആയിരിക്കും നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിക്കേണ്ടി വരിക. ദാറ്റ്സ് റിയലി ഡിസ്ഗസ്റ്റിംഗ്. ആൻഡ് ഇനി എനിക്ക് കഴിക്കാൻ പായസമാണ് ഉള്ളത്, അടപ്രഥമൻ പായസം. എനിക്കതാണ് ഇഷ്ടമുള്ളത്. മറ്റേ പായസം ഐ ഡോണ്ട് ലൈക്ക് ആക്ച്വലി. സദ്യ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മീനാക്ഷിയും ആദിത്യനും അപ്പച്ചിയും മനോജ് മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്യൂട്ടിക്ക് സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ക്വൈറ്റ് ഹാപ്പി വിത്ത് ദാറ്റ്. പായസം കുടിച്ചതിന് ശേഷമുള്ള മന്ദത മാറാനായിട്ട് ഞാൻ എൻ്റെ നാരങ്ങ അച്ചാറിൽ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അങ്ങനെ മീനുവിനോടും അപ്പച്ചിയോടും കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏകദേശം സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് നമ്മുടെ വെതറും കാര്യങ്ങളൊക്കെ മാറി, നല്ല മഴയായിട്ട് മാറി. അത്ര നേരം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പെട്ടെന്നാണ് ഒരു വെതർ അങ്ങ് മാറി, കാലാവസ്ഥ പെട്ടെന്ന് മാറി. വിഷു ശരിക്കും നല്ലതായിരുന്നു. വിഷു ശരിക്കും എൻജോയബിൾ ആയിരുന്നു. അടിപൊളിയായ സദ്യ കഴിക്കാൻ പറ്റി. ഇതുപോലെ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളും പിന്നെ രാവിലെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ. നല്ല ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിന് പെട്ടെന്ന് മഴ തോർന്നു ഗൈസ്. ആൻഡ് അതിനുശേഷം നമുക്ക് ചായ കുടിക്കേണ്ട ടൈമായി. ആൻഡ് വട ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ് ആൻഡ് വി ഹാഡ് എ വെരി നൈസ് ഈവനിങ് ടുഗെദർ. വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ അവർക്ക് പോകാനുള്ള ടൈമായി. സമയം ഏകദേശം 6 മണിയായി.
സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വിഷുക്കണിയുടെ കാര്യങ്ങളൊക്കെ ഇനി എടുത്ത് നമ്മൾ മാറ്റുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മളങ്ങനെ പോകുന്നതല്ല, എന്നാൽ പോലും നമ്മൾ വിഷുവിന് നമ്മൾ അമ്പലത്തിൽ പോയി. സോ ഗൈസ്, അപ്പം നമ്മൾ യൂഷ്വലി വിഷുവിനും ഓണത്തിനൊന്നും അമ്പലത്തിൽ പോകാറുള്ളതല്ല. ബട്ട് ഇത്തവണ നമ്മൾ എന്തോ സ്പെഷ്യലി അമ്പലത്തിൽ പോകുന്നുണ്ട്. യാ, ലെറ്റ്സ് മൂവ് ഓൺ ടു അമ്പലം. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. സമയമേ നീങ്ങി നീങ്ങാതിവിടെ മതിവരെ നിന്നുതരൂ. നിറയുക സിരകളിൽ അനുപമലരികളെ, പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും. സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ. കാതിനോരമാരോ പാടി. സോ ഗായ്സ്, അപ്പോൾ ദാറ്റ്സ് എ റാപ്പ് ഓൺ മൈ വിഷു 2025. നിങ്ങളുടെ വിഷുവും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അൺടിൽ വി ഓൾ മീറ്റ് ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്, ദിസ് ഇസ് മീ അശ്വിൻ സൈജു സൈനിങ് ഓഫ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബൈ.